ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം സെമസ്റ്റർ 2-ലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ സിലബസാണ്. അപ്പോൾ ബികോമിലെ സെമസ്റ്റർ 2-ൽ നമുക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പം അതിൻ്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മൊത്തം 5 മൊഡ്യൂൾസ് ആണുള്ളത്. അപ്പോൾ ഓരോ മൊഡ്യൂളിൻ്റെയും വെയിറ്റേജ് മാർക്ക് എത്രയാണെന്ന് ആദ്യം നോക്കാം. മൊഡ്യൂൾ 1 15 മാർക്സ്, മൊഡ്യൂൾ 2 25 മാർക്സ്, മൊഡ്യൂൾ 3 10 മാർക്സ്, മൊഡ്യൂൾ 4 50 മാർക്സ് ആൻഡ് മൊഡ്യൂൾ 5 50 മാർക്സ്. അപ്പോൾ ഈ വെയിറ്റേജിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്ക് വരെ ചോദിക്കുന്നത്. അപ്പോൾ മൊഡ്യൂൾ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. 25 മാർക്സ് ക്വസ്റ്റ്യൻസും അതിൽ നിന്നാണ് ചോദിക്കുക. അതുപോലെ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് മൊഡ്യൂൾ 1, അതുപോലെ മൊഡ്യൂൾ 4 ആൻഡ് 5. ഇതിൽ നിന്നൊക്കെ 15 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ മൊഡ്യൂൾ 3-ൽ നിന്ന് ഒരു 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ഓരോ മൊഡ്യൂളിലും നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ 1 സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നൊരു മൊഡ്യൂളാണ്. അവിടെ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, അതുപോലെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡബിൾ എൻട്രി ആൻഡ് സിംഗിൾ എൻട്രി, ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി, ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അണ്ടർ സിംഗിൾ എൻട്രി, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓർ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്, distinction between balance sheet and statement of affairs, distinction between profit and loss account and statement of profit and loss, conversion method, practical problems. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെയൊക്കെ തിയറി മാത്രമല്ല അതിൻ്റെയൊക്കെ കൂടുതലുള്ള പ്രോബ്ലംസും പ്രാക്ടിക്കൽ പ്രോബ്ലംസും നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 2 ഞാൻ പറഞ്ഞിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. 25 മാർക്സിൻ്റെ ഒരു മൊഡ്യൂളാണ്. അപ്പോൾ ഇതിൽ കമ്പനി അക്കൗണ്ട്സ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നൊരു മൊഡ്യൂളാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഇഷ്യൂ ഓഫ് ഷെയർസ്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ബൈ കമ്പനീസ്, ഷെയർ ക്യാപിറ്റൽ, ഫേസസ് ഓഫ് ക്യാപിറ്റൽ, ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്, ഷെയർസ് ആൻഡ് ടൈപ്സ് ഓഫ് ഷെയർസ്, ഇക്വിറ്റി ആൻഡ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, കൺവേർട്ടബിൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് CCP ഷെയർസ്, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം തിയറി ഓൺലി, private placement of shares, issue of shares, procedures, minimum subscription, shares issued for consideration, shares issued for consideration other than cash, issue of shares at par and premium, issue at a discount not to be taught. അപ്പോൾ ഇവിടെയൊക്കെ തിയറിയും അതിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലംസും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമിൽ തിയറി മാത്രം പഠിച്ചാൽ മതി എന്ന് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇഷ്യൂ ഓഫ് ഷെയർസ് പാർ ആൻഡ് പ്രീമിയത്തിലാണ് ചോദിക്കുക, ഡിസ്കൗണ്ടിൽ ചോദിക്കില്ല എന്ന് നമ്മുടെ സിലബസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടൊക്കെ പഠിച്ചാൽ മതി. അതുപോലെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫ്രാക്ഷൻ ഷെയർസ്, ആപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ് ആൻഡ് കാൾസ് ഓൺ ഷെയർസ്, ഷെയർ ക്യാപിറ്റൽ അലോട്ട്മെൻറ്റ്, കാൾസ് ഇൻ ആരിയേഴ്സ് ആൻഡ് കാൾസ് ഇൻ അഡ്വാൻസ്, ഇൻട്രസ്റ്റ് ഓൺ കാൾസ് ഇൻ ആരിയേഴ്സ് ആൻഡ് കാൾസ് ഇൻ അഡ്വാൻസ്, ഡിഫറൻസ് ബിറ്റ്വീൻ കാൾസ് ഇൻ ആരിയേഴ്സ് ആൻഡ് കാൾസ് ഇൻ അഡ്വാൻസ്, ഓവർ സബ്സ്ക്രിപ്ഷൻ ആൻഡ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ, പ്രോ റാട്ട അലോട്ട്മെൻറ്റ്, forfeiture and reissue of shares, annulment of forfeiture, surrender of shares, distinction between forfeiture and surrender, journal entries and practical problems. ഇത്രയും ടോപ്പിക്സാണ് മൊഡ്യൂൾ 2-ൽ നിന്ന് പഠിക്കേണ്ടത്. അടുത്ത മൊഡ്യൂൾ 3 അക്കൗണ്ടിങ് ഫോർ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നൊരു മൊഡ്യൂളാണ്. അപ്പോൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ ഡെഫിനിഷൻ, ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ക്യാഷ്, ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ആൻഡ് ഇഷ്യൂഡ് ആസ് കൊളാട്രൽ സെക്യൂരിറ്റി, fraction debentures, distinction between share and debenture, terms of issue of debenture, interest on debenture, journal entries and practical problems. അപ്പോൾ മൊഡ്യൂൾ 2-ലും 3-ലൊക്കെ ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെയും ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെയൊക്കെ ജേണൽ എൻട്രീസ് എല്ലാം പഠിച്ചു വയ്ക്കുക. അത് നമ്മുടെ സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ജേണൽ എൻട്രീസ് പഠിക്കണമെന്ന്. അതുപോലെ അടുത്ത മൊഡ്യൂളാണ് മൊഡ്യൂൾ 4, 15 മാർക്സിൻ്റെ മൊഡ്യൂളാണ്. അത് ഫുള്ളായിട്ട് ഒരു ഫുൾ തിയറി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അവിടെ മൊത്തം നമുക്ക് തിയറിയാണ് പഠിക്കാനുള്ളൂ. അപ്പോൾ കൺവേർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നൊരു മൊഡ്യൂളാണ്. അപ്പം അതിൻ്റെ മീനിങ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, റോൾ ഓഫ് IASB ഇൻ ഡെവലപ്പിംഗ് IFRS, കോമ്പോണൻസ് ഓഫ് IFRS, IAS, IFRS, IFRIC ആൻഡ് SIC, process of setting IFRS, conceptual framework and its contents, definition of elements in financial statements, criteria or principles of recognition, measurement, presentation and disclosure, convergence to IFRS, emergence of Ind AS, standard setting process in India,
റോൾ ഓഫ് NFRA എൻറ്റിറ്റീസ് required to adopt in India is റോൾ ഓഫ് FASB in developing US GAAP, ഡിഫറൻസ് ബിറ്റ്വീൻ INDIAS ആൻഡ് IFRS. ഇങ്ങനെ ഫുള്ള് തിയറി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 4. അതുപോലെ ലാസ്റ്റ് മൊഡ്യൂൾ 5 INDIAS or IFRS കമ്പയർഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്പനീസ്. INDIAS 1 ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് അണ്ടർ ന്യൂ ഫോമാറ്റ്, SOPL, SOCE ആൻഡ് SOFB എക്സ്ക്ലൂഡിങ് SOCF. അപ്പോൾ SOCF എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് items such as corporate dividend tax, transfer to reserve, provision for taxation, TDS on interest income, implied adjustment of interest on loans and other usual adjustments items such as depreciation, closing stock provisions, outstanding, prepaid, accrued and received in advance, practical problems. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 5 നമ്മൾ പഠിക്കേണ്ടത്. അപ്പം ഈ സിലബസ് കണ്ട് പേടിക്കണ്ട. അപ്പോൾ ഇതിലുള്ള പല പ്രോബ്ലംസ് ആയാലും അതുപോലെ തിയറി കാര്യങ്ങളൊക്കെ അത്യാവശ്യം പഠിക്കാൻ എളുപ്പമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫെയിൽ ആവുമല്ലോ എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ തിയറി തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പാസ്സാവുന്നതേ ഉള്ളൂ. കൂടാതെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, തിയറി ആൻഡ് പ്രോബ്ലംസ് മേ ബി ഇൻ ദ റേഷ്യോ ഓഫ് 30% ആൻഡ് 70% റെസ്പെക്റ്റീവ്ലി. അപ്പോൾ തിയറിയും അതുപോലെ പ്രോബ്ലംസും ഉണ്ടാവുക 30% ആൻഡ് 70% എന്ന് പറയുന്ന ഒരു റേഷ്യോയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഊഹിക്കാം ഏകദേശം 30% തിയറി ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള 70% പ്രോബ്ലം ക്വസ്റ്റ്യൻസും ആയിരിക്കാനാണ് സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ സിലബസ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്